7 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മലപ്പുറം എടപ്പറ്റ സ്വദേശിയായ സുകുമാരന് 45 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. 2020 മാർച്ച് 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മേലാറ്റൂർ എടപ്പറ്റ സ്വദേശിയായ 45-കാരൻ സുകുമാരനെയാണ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 45 വർഷം കഠിന തടവും പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. 2020 മാർച്ച് 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രതിയായ സുകുമാരൻ തൻ്റെ മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണിച്ച് കുട്ടിയെ വാടക ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. 7 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടെയും മുൻകൂട്ടി തയ്യാറാക്കിയുമാണ് പ്രതി ഈ ഹീനകൃത്യം ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. എടക്കര പോലീസ് ഇൻസ്പെക്ടർമാരായ അമീൻ അലി, മനോജ് പറയാട്ടെ എന്നിവരാണ് കേസ് അന്വേഷണം നടത്തിയത്. ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും കേസിൽ നിർണായക പങ്ക് വഹിച്ചു. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അഭിഭാഷകയായ സൗമ്യ ഫ്രാൻസിസ് ശക്തമായ തെളിവുകൾ ഹാജരാക്കി. ഇന്നത്തെ വിധികൾ എന്ന് പറഞ്ഞാൽ എടക്കര പോലീസ് ചാർജ് ചെയ്തൊരു കേസാണ്. ആ കേസിൽ തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 7 വയസ്സ് പ്രായപൂർത്തിയാക്കാത്ത കുട്ടിയെ അടുത്ത ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അയാളെ കൂട്ടിക്കൊണ്ടുപോയി അന്തർപ്രവേശിത ലൈംഗിക അൺനാച്ചുറൽ ഒഫൻസും അതിനകത്ത് വരുന്നുണ്ട്. ആൺകുട്ടിയാണ് അതിനകത്ത് വിക്ടിം, സർവൈവർ ആൺകുട്ടിയാണ്. അവര് മൊബൈൽ ഫോണിൽ ബ്ലൂ ഫിലിം കാണിച്ചു കൊടുത്ത് ആ കുട്ടിയെ മോശമായ രീതിയിൽ പെരുമാറി സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ആ കേസ്. മൊത്തം 37 വർഷം ആണ് ശിക്ഷിച്ചിരിക്കുന്നത്. പല വകുപ്പുകളിലായിട്ട് 37 വർഷം. അത് കഠിന തടവുകളാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് 40,000 രൂപ വിക്ടിമിന് കൊടുക്കാനും വേണ്ടിയിട്ട് ഫൈൻ എമൗണ്ടും പറഞ്ഞിട്ടുണ്ട്. ആ ഫൈൻ അടച്ചാൽ ആ കുട്ടിക്ക് കൊടുക്കാനും, ഇല്ലെങ്കിൽ അതിന് ഈ കുട്ടിക്ക് വിക്ടിം കോമ്പൻസേഷന് വേണ്ടി DLS ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാനും കോമ്പൻസേഷൻ കൊടുക്കാനും വേണ്ടിയിട്ട് ആണ് സത്യം. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതി ഇത് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ്. ഈ 37 വർഷം എന്ന് പറഞ്ഞാൽ കഠിന തടവ് അർഹിക്കുന്ന ശിക്ഷയാണ്. അതിന് 7 വയസ്സ് മാത്രം പ്രായമായ ഒരു അസോൾട്ട് അബ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഒരു പ്രായപൂർത്തി ചെറിയ അനിയത്തിക്കുട്ടിയെയും ഇതുപോലെ തന്നെ ഇതിനു മുൻപ് തന്നെ ഇതുപോലെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞ് അതിനും ഇയാളെ കൺവിക്ട് ചെയ്ത ഒരു അക്യൂസ്ഡ് തന്നെയാണ്. അപ്പോ അയാള് ശരിക്കും ഈ വീട്ടിലെ കുട്ടിയുമായിട്ട് വീട്ടുകാരുമായി അടുത്ത ബന്ധമുണ്ട്. ആ ബന്ധം മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇയാളെ ഈ മോശമായ രീതിയിൽ കുട്ടിയോട് പെരുമാറിയത്. സത്യത്തിൽ ഇത് സമൂഹത്തിന് ഒരു മെസ്സേജാണ്. ഇതുപോലെയുള്ള കൊച്ചുകുട്ടികളോടൊക്കെ മോശമായി പെരുമാറിയാൽ നല്ല ശിക്ഷ കിട്ടുമെന്നുള്ള മെസ്സേജാണ്. ഏതായാലും നമ്മളുടെ ഈ കോടതി വന്നതിന് ശേഷം തന്നെ ഇവിടെ വളരെയധികം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ പോലീസും അതുപോലെ തന്നെ ഇവിടെ കോടതികളിൽ നിന്നുള്ള ശിക്ഷാവിധികൾ തന്നെ ഇവിടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ അറിയാപ്പോൾ വളരെയധികം കുറവാണ്. ഈ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും ഇത് മോശമായ ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ ശിക്ഷകൾ സമൂഹത്തിലും ജനങ്ങളുടെ ഉള്ളിലേക്കും എത്തിക്കുന്ന ഒരു അവയർനെസ് ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ അവയർനെസ് ക്ലാസ്സുകൾ തന്നെ പോലീസിന്റെ നേതൃത്വത്തിലായാലും പ്രോസിക്യൂഷന്റെ അവയർനെസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ ജുഡീഷ്യൽ അധികാര പരിധിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ വളരെയധികം കുറവാണ് എന്നുള്ളത് അതൊരു സന്തോഷകരമാണ്. ആ വിധിയും സമൂഹത്തിന് അതുപോലെ തന്നെ ഈ വിധികളൊക്കെ തന്നെ ഇത്രമാത്രം ഹീനമായ കുറ്റകൃത്യത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ഇതേ മാനസികാവസ്ഥയുള്ള ഇതേ ക്രിമിനൽ മൈൻഡായിട്ട് ആൾക്കാർക്ക് ഒരു പാഠമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ബ്യൂറോ മലപ്പുറം. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.